യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണത്തിലാണ് നിയമ നടപടി. 23 തവണ ബനാമി ഇടപാടിനായി പി ദിവ്യ വിദേശയാത്ര നടത്തി എന്നായിരുന്നു പ്രചാരണം. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ ചേരുന്നു. അരുൺ, എത്ര ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്? മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ തനിക്കെതിരെ തെറ്റായ പ്രചരണം, വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്ക് ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസ് പി ദിവ്യ അയച്ചിട്ടുള്ളത്. അതിൽ ഈ വാർത്തയിൽ, അതായത് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയുടെ കണ്ടന്റായി പറയുന്നത് 23 തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി ദിവ്യ 23 തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഈ മന്ത്രിമാർ നടത്തുന്നതിനേക്കാൾ കൂടുതൽ വിദേശയാത്ര നടത്തി. ഇത് ബിനാമി ഇടപാട് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ വിദേശയാത്ര നടത്തിയത് എന്നതായിരുന്നു ഈ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച ആ വീഡിയോ. ഇത് തെറ്റായ പ്രചാരണമാണ്. താൻ 2 തവണ മാത്രമേ വിദേശയാത്ര നടത്തിയിട്ടുള്ളത്. CPM-ന്റെ സംഘടനാ തലത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിദേശത്തുള്ള സംഘടനകളുടെ പരിപാടിക്ക് വേണ്ടിയാണ്. അത് പാർട്ടി അനുമതിയോടെ ാണ് ആ യാത്രകൾ നടത്തിയിട്ടുള്ളത്. തെറ്റായ പ്രചരണം, അടിസ്ഥാനരഹിതമായ പ്രചരണം ഈ സമൂഹ മാധ്യമങ്ങളിൽ നടത്തി. അതിൽ ഈ വീഡിയോ പിൻവലിക്കണം, അതോടൊപ്പം തന്നെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് ഈ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളതില്ലെങ്കിൽ തുടർ നിയമ നടപടി സ്വീകരിക്കും എന്നതാണ് പി ദിവ്യ ഈ വക്കീൽ നോട്ടീസിലൂടെ അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകി 23 തവണ ബനാമി ഇടപാടുകൾക്കായി പി ദിവ്യ വിദേശയാത്ര നടത്തിയെന്നായിരുന്നു ഷാജൻ സ്കറിയുടെ പ്രചരണം. അതിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.